കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ സഭയെക്കുറിച്ചുള്ള പഠനം ഇന്നലെ നമ്മൾ നടത്തി. ഇന്ന് ആരാധന കഴിഞ്ഞുള്ള സമയത്ത് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാതെ സഭയും ആരാധനയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനിടയായി. ആരാധനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 1 കൊരിന്ത്യർ 14 അധ്യായവും ഉൽപ്പത്തി 22 അധ്യായവും ചേർത്ത് ഉള്ള ഒരു വിചിന്തനമാണ് നമ്മൾ നടത്തിയത്. നമ്മൾ ഇന്നലെ പ്രാദേശിക സഭയെക്കുറിച്ച് ചിന്തിച്ചു വന്നപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ പ്രധാനമായ കാര്യം മത്തായി 18:20 വാക്യമാണ്. ആ വാക്യത്തിൽ നമ്മളൊരു കാര്യം ചിന്തിച്ചു. മത്തായി 18:20 വാക്യത്തിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അതിന് 2 പ്രധാനമായ അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് കർത്താവിൻ്റെ സാന്നിധ്യം ദൈവസഭയിലുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ വേദപുസ്തക പഠനത്തിൽ അതിന് മുൻപും പിൻപും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കണം. പശ്ചാത്തലത്തിൽ ദൈവവചനം ധ്യാനിക്കണം, അല്ലെ പഠിക്കണം, വ്യാഖ്യാനിക്കണം എന്നൊരു പ്രമാണമുണ്ട്. മുൻപും പിൻപും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ അക്ഷരികമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം ദൈവസഭ കൂടി വരുമ്പോൾ ഉണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ മറ്റൊരു വശം, അതിൻ്റെ പിറകിൽ ഭിന്നതയെക്കുറിച്ചാണ് പറയുന്നത്. 2 പേര് തമ്മിലുള്ള പ്രശ്നം ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 2 പേര് തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല, ഒരുമിച്ച് അവർ ആരാധിക്കാൻ വരികയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് സഭ പറഞ്ഞിട്ടും കൂട്ടാക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് തെറ്റ് ചെയ്ത ആളിനെ ചുങ്കക്കാരനും പ്രജാതിയും എന്ന പോലെ സഭാ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തുക. ആരാ മാറ്റേണ്ടത്? ആരാ മാറ്റി നിർത്തേണ്ടത്? ആർക്കാ അതിൻ്റെ അധികാരമുള്ള? സഭ മുടക്കുന്ന സ്ഥലമല്ല, സഭ ആളുകളെ മുടക്കാൻ പാടില്ല. പക്ഷെ ഒരു നിലയിലും സഭയെ അനുസരിക്കുകയെന്ന് വന്നാൽ പിന്നെ അവരെന്തെങ്കിലും യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരാൻ വേണ്ടി അവരെ മാറ്റി നിർത്തണം. അപ്പം അങ്ങനെ മാറ്റി നിർത്തുമ്പോഴും സഭാവിശ്വാസികൾക്കുണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 5 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ മോശമായി ജീവിച്ച ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ, അവനെ സഭയിൽ നിന്ന് നീക്കാൻ പൗലോസ് പറഞ്ഞു. കാരണം അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കും. ഒരു ചത്ത ഈച്ച ഭരണിയിലെ തൈലം മുഴുവനും നാറുമാറാണ്. അതുകൊണ്ട് അവനെ അങ്ങ് മാറ്റ് എന്ന് പൗലോസ് പറഞ്ഞിട്ട് സഭ കേൾക്കുകയില്ല. അപ്പോൾ പൗലോസ് അല്പം കഠിനമായിട്ട് പറയേണ്ടി വന്നു. ആ ദുഷ്ടനെ നീക്കിക്കളവാൻ തക്കവണ്ണം നിങ്ങൾ, ഓർക്കുന്നുണ്ടോ വാക്ക്? അവനെ നീക്കിക്കളവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം നോക്കിയാൽ 1 കൊരിന്ത്യർ 5 അധ്യായം 1 കൊരിന്ത്യർ 5 അധ്യായം 2 വാക്യം. അവനെ നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. അപ്പോൾ ഒരാളെ സഭാ കൂട്ടായ്മയിൽ നിന്ന് നീക്കണം, നിവൃത്തിയില്ലാതെ വന്നാൽ അവനെ നീക്കാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. 2 വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. നീക്കുക എന്നുള്ളത് ഒരു മെഡിക്കൽ ടേമാണ്, വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിച്ചു വന്ന വാക്കാണ്. അത് ശരീരത്തിലെ ഒരു ഭാഗം പ്രമേഹം ബാധിച്ചങ്ങ് പഴുത്തെന്ന് വിചാരിച്ചു. ഒരു വിരല് എത്ര മരുന്ന് ചെയ്തിട്ടോ ശരിയാകുന്നില്ല, മരുന്നുകൊണ്ട് മാറുകയില്ല. അത് അങ്ങനെ തന്നെ അങ്ങ് വിട്ടുവെച്ചാൽ ആ പഴുപ്പ് മറ്റ് അവയവങ്ങളെയും ബാധിച്ച് വിരലുകളെയും ബാധിച്ചൊടുവിൽ ആള് തന്നെ മരിക്കാനിടയാകും. അതുകൊണ്ട് നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ ഡോക്ടർമാർ എന്ത് ചെയ്യും? മുറിക്കും, ആംബ്യൂട്ടേറ്റ് ചെയ്യാന്ന് പറയുമല്ലോ. അതാ നീക്കുക എന്നുള്ളൊരു പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ആ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങൾ ആംബ്യൂട്ടേറ്റ് ചെയ്തില്ല, അവനെ നിങ്ങൾ മുറിച്ചു മാറ്റിയില്ല. അപ്പൊ നമുക്കറിയാം, ഒരു ശരീരത്തിലെ ഒരു അവയവം പ്രമേഹം ബാധിച്ചായിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടായിക്കോട്ടെ,
ഒരു ഭാഗം മുറിച്ചു കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം എന്തായിരിക്കണം? നമ്മുടെ ശരീരത്തിലെ ഒരു വിരൽ മുറിക്കാൻ പോവുക, ഒരു നിവൃത്തിയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈ അവയവം മുറിച്ചു കളയുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? സന്തോഷമായിരിക്കുമോ ദുഃഖമായിരിക്കുമോ? ദുഃഖമായിരിക്കും. അവിടെ അത് ദുഃഖിച്ചിട്ടില്ല എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മോൺ, MOURN, മോൺ എന്ന വാക്കാണ്. അതിന് ഒരു കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധു മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയ്ക്കാണ് ഈ മോൺ, വിലപിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവല്ല, ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ, ഉണ്ടാകുന്ന വേദന എന്ന് ഭയങ്കരമായിരിക്കും. അപ്പോൾ അവൻ ദുഷ്കർമ്മം ചെയ്തു, ശരിയാ, ശരിയല്ലാത്ത കാര്യം ചെയ്തു. സഭ പറഞ്ഞിട്ടും കേൾക്കുകയില്ല, പൗലോസ് പറഞ്ഞിട്ടും കേൾക്കുകയില്ല. പക്ഷെ നിങ്ങൾ അവനെ നീക്കണമായിരുന്നു. അങ്ങനെ നീക്കുമ്പോൾ നിങ്ങൾക്ക് വിലാപം ഉണ്ടാകുമായിരുന്നു. വിലപിക്കണം, കരയണം. എന്തിനു വേണ്ടിയാ? ദൈവമേ, ഞങ്ങളുടെ സഭയാകുന്ന ശരീരത്തിൽ നിന്ന് ഒരവയവത്തെ മുറിച്ചു മാറ്റാൻ ഇടയായല്ലോ. ആ ഒരു ദുഃഖം സഭയ്ക്കുണ്ടാകണം. നമ്മുടെ ഇടയിൽ വളരെ ലാഘവമായിട്ട് ഈ നീക്കുന്ന പ്രക്രിയ നടക്കുന്നത് കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ അത് നീക്കുക. വളരെ ഗുരുതരമായൊരു തെറ്റാണത്. കാരണം ഒരാളെ രക്ഷിക്കുന്നത് കർത്താവാണ്, കർത്താവിന് രക്തത്തിന്റെ സമ്പാദ്യമാണ്. അങ്ങനെ ഒരാളെ സഭയിൽ നീക്കണമെങ്കിൽ സഭയ്ക്ക് മുഴുവനും വലിയ വേദനയും ഭാരവും ഉണ്ടാകണം. അങ്ങനെ നീക്കിയാൽ ആളെങ്ങനെയെങ്കിലും മടങ്ങി വരണമെന്നുള്ള വേദനയും ഭാരവും സഭാവിശ്വാസികൾക്കുണ്ടാകണം. അനുദപിച്ച് യഥാസ്ഥാനപ്പെട്ട് വന്നു കഴിയുമ്പോൾ ആളെ തിരികെ സ്വീകരിക്കണം. ഇതാണ് ഈ 18-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. പിന്നെ നമ്മുടെ ചോദ്യത്തിലേക്ക് വരിക, അവനെ ആരാ നീക്കേണ്ടത്? അവനെ നീക്കേണ്ടത് 2-ഓ 3-ഓ 2 നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞാൽ സഭയുടെ ചുമതലപ്പെട്ട ആളുകൾ, മൂപ്പന്മാരെ, 2-ഓ 3-ഓ പേരായിരിക്കാം ഒരു സഭയിൽ ഉണ്ടാകുന്നത്, അതിൽ കൂടുതലുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അവർ വേണം ഈ കാര്യം ചെയ്യാൻ. 2-ഓ 3-ഓ പേർ. ഞാൻ പറഞ്ഞ 18-ാം അധ്യായം 20-ാം വാക്യത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, സഭ കൂടുമ്പോൾ കർത്താവ് അവരുടെ നടുവിലുണ്ട്, ശരിയാ. 2, ഒരു നടപടി എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ പൊതുസഭയെ വിളിച്ചുകൂട്ടി വിസ്തരിച്ച് ഒരു നടപടി എടുക്കാൻ പാടില്ല. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകാൻ പാടില്ല. സഭയുടെ കണക്ക് കർത്താവ് ചോദിക്കുന്ന മൂപ്പന്മാരോടാ. എന്തുകൊണ്ട് തെറ്റുകാരനെ നിങ്ങൾ ശിക്ഷിച്ചില്ല? എന്തുകൊണ്ട് പാപത്തെ നിങ്ങൾ അനുവദിച്ചു? കണക്ക് കൊടുക്കണം മൂപ്പന്മാർ. ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിക്കണം, അവർ കണക്ക് കൊടുക്കണമെന്നാണ് എബ്രായർ 13-ാം അധ്യായത്തിൽ. അതുകൊണ്ട് അങ്ങനെ ഈ മൂപ്പന്മാർ തീരുമാനമെടുത്ത് അവരെ ആളെ നീക്കണം. നീക്കിയില്ലെങ്കിൽ മൂപ്പന്മാർ കണക്ക് പറയണം. നീക്കുമ്പോൾ സഭയ്ക്കൊരു കാര്യം ബോധ്യമാകും, സഭ വിശുദ്ധമാണ്, സഭ കർത്താവിൻ്റെതാണ്. ഇവിടെ അശുദ്ധിക്ക് സ്ഥാനമില്ല. അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഭയമായിട്ട് തീരും. എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം, ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു സുവിശേഷകൻ, സ്ഥലമൊന്നും ഞാൻ പറയുകയില്ല, വളരെ കഴിവുള്ള ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം. അപ്പൊ അടുത്ത കാലത്ത് ആ സഭയിൽ, ലോകത്തിലെ ഏറ്റവും അധികം വിശ്വാസികളുള്ള സഭയും ഡസൻ കണക്കിന് മൂപ്പന്മാർ, ഒരു ഡസനൊന്നും അല്ല, മൂപ്പന്മാരുള്ളൊരു സഭയാണ്, മലയാളികളുടെ അല്ല. അതുകൊണ്ടാണ് അത് ഗുണമായിട്ട് പോകുന്നത്. അവിടെ ഈ സുവിശേഷകന്റെ പേരിൽ എന്തോ ഒരു ആരോപണം, എനിക്കറിയാൻ പാടില്ല എന്താണ്. ഞാനൊരു സഹോദരനോട് ചോദിച്ചു, മലയാളി ഒരാളോട് ചോദിച്ചു, നമ്മുടെ സുവിശേഷൻ എങ്ങനെ ഇരിക്കുന്നു? അതൊന്നും പറയണ്ട, ഞങ്ങൾക്ക് സങ്കടം വായിച്ചു. എന്ത് പറ്റി? അതേ ഇപ്പോൾ ശുശ്രൂഷയിലുമില്ല, സഭാ കൂട്ടായ്മയിലുമില്ല. ഞാൻ എന്ത് പറ്റി ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, മൂപ്പന്മാർക്ക് മാത്രമേ അറിയാവുള്ളൂ. നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ച് ഒരു സഭയിൽ ഒരു നടപടി എടുത്ത് മൂപ്പന്മാർ തീരുമാനിച്ചാൽ അന്ന് രാത്രി തന്നെ ഇത് ലീക്കാകുന്ന ഏത് വഴി കൂടെയാണെന്നറിയോ? 3 മൂപ്പന്മാരോ 4 മൂപ്പന്മാരോ ഒരു തീരുമാനമെടുത്ത് വിചാരിച്ചോ? ഈ തീരുമാനം, എനിക്ക് മുളന്തുരുത്തിയിലെ കാര്യം ഇവിടുത്തെ കാര്യം എന്നറിയാൻ പാടില്ല, പക്ഷെ ഞാൻ പൊതുവെ കണ്ടുവരുന്നത്, അന്ന് ഈ ന്യൂസ് വെളിയിലോട്ട് പോകുന്നത് ഈ മൂപ്പന്മാരുടെ ഭാര്യമാരും കൂടിയാണ്. ആരും എന്നോട് പണങ്ങൊന്നും ചെയ്യരുത് കേട്ടോ, ഉള്ള സത്യ പറയുന്നത്. വീട്ടിൽ ചെന്ന്, അച്ഛാ ഇന്ന് എന്നായിരുന്നു മീറ്റിങ്? ഇന്ന ആ ആളിന്റെ പേരിൽ ഒരു നടപടി എടുക്കണമായിരുന്നു. എന്ത് എടുത്തു? ആളിനെ ഞങ്ങൾ മുടക്കിയെന്ന് കേൾക്കാൻ നോക്കിയിരിക്കും. ഉടനെ ഫോൺ എടുത്തു. അറിഞ്ഞോ? ഇല്ല, നമ്മുടെ ആ ആളെ
റീസണേ മുടക്കി. പിന്നെ കേൾക്കുന്നവരിത് സഭയിലെ വിശ്വാസത്തെ അറിയുന്നതിന് മുമ്പേ അടുത്ത സഭയിലെ ആളുകൾ അറിയും. ഞാൻ പറഞ്ഞ ഈ സഭയിൽ 100 കണക്കിന് വിശ്വാസികളുള്ള സഭയിലെ വിശ്വാസികൾക്ക് ഇതെന്ത് കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുത്തുവെന്ന് അറിയാൻ പാടില്ല. കാരണം അവർ വീട്ടിൽ പോയി ഭാര്യമാരോട് പറഞ്ഞില്ല. അതാ കാരണം. പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും അറിഞ്ഞേനെ. അങ്ങനെ അറിയിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിന്റെ 2 അർത്ഥങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, ആക്ഷരികമായി കർത്താവിന്റെ ആത്മീകമായ സാന്നിധ്യം സഭയിലുണ്ട്. 2, സഭയിൽ ഒരു നടപടി എടുക്കേണ്ടി വരുമ്പോൾ കർത്താവാക്കി വെച്ച സഭയുടെ മൂപ്പന്മാർ വേണം ആ കാര്യം ചെയ്യാൻ. ഇനി വീണ്ടും തിരിച്ചു വരിക. ഇന്നലെ നമ്മൾ കണ്ടു where 2 or 3 are gathered together, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. അവൾ കൂടി വരുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ കൂട്ടത്തിന്റെ പ്രത്യേകത ആ സ്ഥലമല്ല, ആ കൂട്ടമാണ് പ്രത്യേകതയുള്ളത്. അത് കർത്താവിന്റെ നാമം സ്ഥാപിച്ച കൂട്ടമാണ്. അതിൽ 2ാമത്തെ കാര്യം, എല്ലാം നമുക്ക് 7 കാര്യം ചിന്തിക്കേണ്ട നേരെയില്ല. 2ാമത്തേത് where 2 or 3 are gathered together, 2 or 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. അപ്പൊ എന്റെ ചോദ്യം, ഈ 2 or 3 പേര് കർത്താവിന്റെ നാമത്തിൽ കൂടിയാൽ അവിടെയെല്ലാം കർത്താവ് ഉണ്ടോ? കർത്താവിന്റെ നാമത്തിലാ. കർത്താവിന്റെ നാമത്തിൽ ലോകത്തിൽ എവിടെല്ലാം ഏതെല്ലാം കൂട്ടങ്ങളുണ്ട്. ശരിയാണോ? യേശുവിന്റെ പേരിലാ ഈ കൂട്ടങ്ങളെല്ലാം നടക്കുന്നത്. കന്യാമറിയാമിനെ മധ്യസ്ഥയാണെന്ന് പറയുന്നതും പുണ്യവാളന്മാർ മധ്യസ്ഥന്മാരാണെന്ന് പറയുന്നതും പിന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും യേശുവിന്റെ നാമത്തിലെ, കർത്താവിന്റെ നാമത്തിലാ. അങ്ങനെയുള്ള കൂട്ടങ്ങളൊക്കെ കർത്താവ് ഉണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എവിടാ ഉള്ളത്? ബ്രദറുകാരുടെ കൂടി ഒരുവിലാണോ ഉള്ളത്? ആണോ? ദൈവജനത്തിന്റെ എല്ലാരും പറഞ്ഞ് ഞങ്ങൾ ദൈവജനമാണെന്ന്. രക്ഷിക്കപ്പെട്ട ഇവിടെ ഒരു ചെറിയ വ്യാകരണം മനസ്സിലാക്കേണ്ടതുണ്ട്. 2 or 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തെന്നല്ല. ഒരു കള്ള് ഷാപ്പിൽ 2 or 3 പേര് കൂടി വെച്ച് എന്തത് ക്ഷേമ ദൈവത്തിന്റെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിലാന്ന് പറഞ്ഞാൽ അവിടെ കർത്താവുണ്ടോ? where 2 or 3 are gathered together എന്നാ. are gathered together കർമ്മണി പ്രയോഗമാ, പാസീവ് വോയിസാ. എന്ത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള വ്യത്യാസം സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ആക്റ്റീവും പാസീവും 6ാം ക്ലാസ്സിലും 5-ലും പഠിക്കുന്നതല്ലേ. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി പ്രവർത്തിക്കുക, ഞാൻ പറയുക, അത് ആക്റ്റീവ് വോയിസ്. എന്നെ കൊണ്ട് ആൾ പറയിപ്പിക്കുക, അത് പാസീവ് വോയിസ്. സ്കൂളിൽ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. രാമ കിൽഡ് എ സ്നേക്ക് ഏത് വോയിസാ? എൻ്റെ അതുപോലെ അറിയാൻ വേണ്ടി അത് ആക്റ്റീവ് വോയിസാ. രാമൻ പാമ്പിന്റെ മേൽ പ്രവർത്തിക്കുക, രാമൻ പാമ്പിന്റെ മേൽ പ്രവർത്തിക്കുക, രാമ കിൽഡ് എ സ്നേക്ക്. അത് പാസീവ് വോയിസ് ആക്കിയാലോ? സ്നേക്ക് ഈസ് കിൽഡ് ബൈ രാമ, പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. അപ്പൊ കർമ്മത്തിന്റെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്നതാണ് പാസീവ് വോയിസ്. ഇവിടെ 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എന്നല്ല, കൂട്ടിച്ചേർക്കപ്പെടുന്നിടത്തൊക്കെയും. where 2 or 3 are gathered together. അങ്ങനെയാണെങ്കിൽ കൂട്ടിച്ചേർക്കാൻ ഒരാൾ വേണം. 2 or 3 പേര് കൂടുമ്പോൾ വേറെ ആരും കൂട്ടിച്ചേർക്കാൻ വേണ്ട. എന്നാൽ 2 or 3 പേര് കൂട്ടിച്ചേർക്കപ്പെടുകയാണെങ്കിൽ അവരെ കൂട്ടാൻ വേറെ ആള് വേണം. അതാരാണ്? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് മുഖാന്തരം സഭയെ പണിത് വരുന്നെന്നാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂട്ടി വരുത്തുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് കർത്താവിന്റെ സാന്നിധ്യമുള്ളത്. അത് എണ്ണം കുറഞ്ഞാലും കൂടിയാലും. പരിശുദ്ധാത്മാവ് ആരെയാ കൂട്ടി വരുത്തുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധ്യം തന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാനുള്ള പ്രേരണയും കൂടെ തന്ന് ആളുകളെ രക്ഷിച്ച് അവരെ വചനം ബോധ്യമാക്കി സ്നാനജലത്തിലേക്ക് അവരെ നടത്തി വചനത്തിന്റെ പ്രമാണം അനുസരിച്ച് കൂടി വരുന്ന കൂട്ടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ കൂട്ടി വരുത്തുന്നത് കൊണ്ട് അവിടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അല്ലാതെ 2 or 3 പേർ എവിടെ കൂടിയാൽ പ്രതികാരാണെങ്കിലും ഏത് കാരാണെങ്കിലും കർത്താവിന് ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് കൂട്ടി വരുത്തണം. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്നിടത്താണ് കർത്താവിന്റെ സാന്നിധ്യമുള്ളത്. അവിടെ അവൻ സന്നിഹിതനായിരിക്കും. അത് 2ാമത്തെ കാര്യം. മനസ്സിലായി ഞാൻ പറഞ്ഞേ? എന്തുകൊണ്ട് മറ്റ് വിഭാഗങ്ങൾ, വചനവിരുദ്ധമായ കൂട്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ
നമ്മൾ അകന്ന് നിൽക്കണം. പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോകുമ്പോഴും എന്തുകൊണ്ട് അതിൽ നമ്മൾ അകരണമെന്ന് പ്രയോഗിച്ചാൽ അത് കൂടി വരുന്നിടത്താണ്, പക്ഷേ അത് കൂട്ടിച്ചേർക്കപ്പെടുന്നിടമല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവിടെ ഇല്ല. ഇനി മൂന്നാമത്തെ കാര്യം, രണ്ടോ മൂന്നോ പറയേണ്ട നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം എവിടാണ്? നടുവിലാണ്. വേദപുസ്തകം ആദ്യം മുതൽ നോക്കിയാൽ കർത്താവ് എപ്പോഴും നടുവിലുള്ളവനായിട്ടാണ് കാണുന്നത്. നടുവിൽ. ഇസ്രായേല് മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ ഏതാണ്ട് 30 ലക്ഷം ആടുകളുണ്ട്. അവരുടെ നടുവിലൊരു സമാഗമന കൂടാരം. അതിന് 4 വശങ്ങളിലുമായിട്ട് 3 ഗോത്രങ്ങൾ വീതം, 3 12. അപ്പൊ 4 വശങ്ങളിലുമായിട്ട് ഇങ്ങനെ ആളുകളുടെ കൂടാരങ്ങൾ, ആളുകളെല്ലാം ഇങ്ങനെ താമസിക്കുക. നടുവിൽ സമാഗമന കൂടാരം. ആ കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ദൈവ സാന്നിധ്യത്തിന്റെ മേഘം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. മേഘം ഉയരുമ്പോൾ ജനത്തിന്റെ കാര്യം അറിയാം, നമ്മൾ ഇവിടുന്ന് പായ്ക്ക് ചെയ്യാറായി, പോകാറായി. മേഘം പോകുന്ന വഴി അവരിങ്ങനെ പോവുക. മേഘം താഴ്ന്ന് കാണുമ്പോൾ അവരോടെ താമസിക്കുക. അവരുടെ നടുവിൽ ദൈവ സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം അവരുടെ നടുവിലായിരുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാലും കർത്താവിനെ നമുക്ക് നടുവിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാനായിട്ട് കഴിയും. എന്ന് പറയുമ്പോൾ കേന്ദ്ര ബിന്ദുവിൽ, കേന്ദ്ര സ്ഥാനത്ത് അവനുണ്ട്. അവനാണ് ഭരിക്കുന്നത്, അവനാണ് നിയന്ത്രിക്കേണ്ടത്. ചില ആളുകൾക്ക് ഈ കർത്താവിനെ കാണാൻ വേണ്ടി കിഴക്കോട്ട് നോക്കണം. കിഴക്കോട്ട് നോക്കിയാലേ അവർക്ക് ശരിയാണോ? വേറെ നോക്കിയതല്ലേ? കിഴക്കോട്ട് നോക്കിയാലേ കർത്താവിനെ കാണാൻ പറ്റുള്ളൂ. ഈ ശവം അടക്കുമ്പോൾ എങ്ങോട്ടാ തല വെക്കുന്നത്? ഈ ശവം അടക്കുമ്പോഴേ പടിഞ്ഞാട്ട തല വെക്കുള്ളൂ. എങ്ങാനും കിഴക്കോട്ട് വെക്കാനായിട്ട് കൊണ്ട് വെച്ചു പോയ ഉടനെ ബഹളം. അവിടെ കിഴക്കാണോ? പടിഞ്ഞാട്ട് തല വെക്കണം. അതിന് പടിഞ്ഞാറോട്ട് തല വെക്കുന്നത്. എഴുന്നേറ്റ് എങ്ങോട്ട് പോകുന്നു? ആളുകളുടെ ധാരണ കർത്താവ് കിഴക്കുന്നാ വരുന്നത്. സ്വർഗം കിഴക്കാണെന്നാ. സ്വർഗം കിഴക്കാണെന്നാ. നേരത്തെയൊക്കെ ഇത് വിശ്വസിക്കുന്ന ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സമാഗമന കൂടാരത്തിന്റെ വാതിൽ കിഴക്ക് വശത്തായിരുന്നു, അതുകൊണ്ട് കിഴക്കോട്ട് നോക്കണം. ഈ സമാഗമന കൂടാരത്തിന്റെ വാതിൽ കിഴക്ക് വശത്താണെങ്കിൽ ഈ അതിവിശുദ്ധ സ്ഥലവും ഒക്കെ എവിടെയാ? പടിഞ്ഞാറ് വശത്താ. അപ്പൊ ഈ കിഴക്ക് വശത്ത് വാതിൽ വരുന്ന ആൾ എങ്ങോട്ട് നോക്കിയാ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്? അവർ കിഴക്കോട്ട് നോക്കിയാൽ പടിഞ്ഞാറ് നോക്കുമോ? പടിഞ്ഞാറുണ്ടോ നോക്കുന്നത്? ശരിയല്ലേ? അത് വെച്ചാണെങ്കിലും കിഴക്കോട്ട് നോക്കാൻ പാടില്ല. പിന്നെ സ്വർഗത്തിന്റെ ലൊക്കേഷൻ വല്ലതും നമുക്കറിയാമോ? സ്വർഗം എവിടെയാണെന്ന് വല്ലോ? ഏതാ? വടക്ക്. വടക്കൻ. ഏതാണ്ടൊരു സൂചന ഉള്ളത് വടക്കനാണ്. കിഴക്ക് എന്നല്ല, പടിഞ്ഞാറൂന്നുമല്ല, തെക്ക് എന്നല്ല ഉയർച്ച വരുന്നത്. പിന്നെ ഒരു ദിക്കേ ഉള്ളൂ. അതേതാ? അത് വടക്കാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. 48-ാം സങ്കീർത്തനം നോക്കിക്കേ. 48-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. അപ്പൊ ദൈവത്തിന്റെ നഗരം, വിശുദ്ധ പർവ്വതം, ഇതേക്കുറിച്ചൊക്കെ പറയുമ്പോൾ സിയോൻ ഉത്തരഗിരി. ഉത്തരം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യ, വടക്കേന്ത്യ. ഇനി വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം നോക്കിയേ. വെളിപ്പാട് 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ 144,000 ആളുകൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ 144,000 എന്നത് മഹാപീഡന കാലത്ത് രക്തസാക്ഷികളായി തീരുന്ന സുവിശേഷ പ്രവർത്തകരാണ്. ഓരോ ഗോത്രത്തിലും 12,000 വീതം, 144,000.
അവര് കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്നത് എവിടെയാ? അവർ രക്തസാക്ഷികളായി തീരുമ്പോൾ അപ്പോഴപ്പോഴേ അവര് സ്വർഗത്തിലേക്ക് പോയാ യാഗപീഠത്തിന് കീഴിൽ അവരുടെ ആത്മാക്കൾ നിലവിളിക്കുന്നതായിട്ടും വായിക്കുന്നുണ്ട്. എത്രത്തോളം നീ പ്രതികാരം ചെയ്യാതിരിക്കുമെന്നവർ നിലവിളിക്കുക. അപ്പൊ ഈ കുഞ്ഞാടായ കർത്താവായ യേശുവിനോടുകൂടെ ഈ 144,000 ആളുകൾ നിൽക്കുന്നത് എവിടെയാ? സിയോൻ മല. ഏത് സിയോൻ മല? ഉത്തരഗിരി. അതെവിടെ ആയിരിക്കും? ഇസ്രായേൽ ദേശത്തായിരിക്കോ? ഇന്ത്യയിലായിരിക്കോ? ഇനി ഇസ്രായേൽ ദേശത്തെ സിയോൻ പർവ്വതം എന്ന് പറയുന്നത് വടക്ക് വശത്തല്ല. ഇസ്രായേലിൽ പോയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇസ്രായേൽ ആരും പോയില്ലല്ലേ? ഇവിടെ തന്നെ ഇസ്രായേൽ ഉണ്ടോ? ആരും പോയിട്ടില്ലേ? അയ്യോ, കഷ്ടമായി പോയല്ലോ. ഞാനും പോയിട്ടില്ല. ഇസ്രായേലിൽ പോയ ആരോടെങ്കിലും ചോദിക്കണം, ഇസ്രായേൽ ദേശത്തെ സിയോൻ മല എവിടെയാണെന്ന് ചോദിച്ചെന്നാൽ അവർ പറയും അത് കിഴക്ക് തെക്ക് ഭാഗത്തായിട്ടാണ്. കിഴക്ക് തെക്ക, തീരെ തെക്കുമല്ല തീരെ കിഴക്കുമല്ല, കിഴക്ക് തെക്കായിട്ടാണ്. പക്ഷെ വേദോസം പറയുന്നത് സിയോൻ എവിടെയാണെന്നാ? വടക്കാണ്. ഇതെങ്ങനെ പൊരുത്തപ്പെടുന്നത്? അപ്പൊ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കണം, ഈ ഉയർച്ച വരുന്നത് വടക്ക് നിന്നാണെന്ന് പറയുമ്പോൾ ദൈവം തെരഞ്ഞെടുത്തതായ പർവ്വതം എന്ന് പറയുന്നത് ഭൂമിയിലെ സിയോനല്ല, ഇസ്രായേൽ ദേശത്തെ സിയോനല്ല, അത് സ്വർഗീയ സിയോനാണ്. സ്വർഗത്തിന് നൽകിയിരിക്കുന്ന വേറൊരു പേരാണ് സിയോൻ. അത് വടക്ക. ഭൂമിയിലെ സിയോൻ ഇസ്രായേൽ ദേശത്തിന്റെ താഴത്തെ അറ്റത്ത്. ഈ ബൈബിളിന്റെ ഒടുവിലെ പടമൊക്കെ ഉണ്ട്, ഭൂമിശാസ്ത്രത്തിന് പടമുണ്ട്, മാപ്പുണ്ട്. നോക്കിയാൽ ആ താഴത്തെ അറ്റം അതാണ് തെക്കേ അറ്റം. വലത്തുവശത്ത് മാറിയാൽ കിഴക്കാണ്, യോർദാൻ നദിയുടെ അടുത്ത്. അപ്പൊ തെക്ക് കിഴക്കായിട്ടാണ് സിയോൻ, ഭൂമിയിലെ സിയോൻ. എന്നാൽ ദൈവത്തിന്റെ സിയോൻ വടക്ക. അവിടെയാണ് കുഞ്ഞാടും 144,000 ആളുകളും നിൽക്കാൻ പോകുന്നത്. അവിടെയാണ് സ്വർഗം, വടക്ക് വശം. അങ്ങനെയാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങോട്ട് നോക്കിയാൽ കുഴപ്പമില്ല. അത് നോക്കാൻ ഞാൻ പറയുകയല്ല കേട്ടോ. കർത്താവ് നടുവിലുള്ളപ്പോൾ നമ്മൾ ഒരു ദിക്കിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നടുവിലാണല്ലോ. വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ വടക്കോട്ട് നോക്ക്, എന്തിന് കിഴക്കോട്ട് നോക്കുന്നത്? ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞാൽ കൂടി വരുന്ന ആളുകൾ എല്ലാം വ്യക്തിപരമായി അവനുമായിട്ടാണ് ബന്ധം. സഭയുടെ കേന്ദ്രം അവനാണ്, അവനെ ചുറ്റിപ്പറ്റിയാണ് സഭയിലെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത്. അപ്പോ എവിടെ, വേർ 2 or 3 ആർ ഗാദർ ടുഗദർ, അവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. കർത്താവ് നടുവിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം ഈ സഭയുടെ ഉടമസ്ഥൻ അവനാണെന്ന്. മത്തായി 16:18 വാക്യം ഓർമ്മയുണ്ടോ? നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. സാർവത്രിക സഭയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നതെങ്കിലും പ്രാദേശിക സഭയെ സംബന്ധിച്ചും അത് ബാധകമാണ്. ഞാൻ എൻ്റെ സഭ. അപ്പൊ സഭയുടെ ഉടമസ്ഥൻ കർത്താവാണ്, പണിയിപ്പിക്കുന്നവന് കർത്താവാണ്, അതിന് ഉത്തരവാദിയും അവനാണ്. എന്തുകൊണ്ട്? അപ്പോസ്തല പ്രവൃത്തികൾ 20:28 വാക്യത്തിൽ നമ്മൾ ഇന്നലെ ഒന്ന് കണ്ടായിരുന്നു, കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അപ്പൊ കർത്താവിന്റെ സഭ കർത്താവ് സമ്പാദിച്ചത് അവന്റെ ജീവൻ കൊണ്ടാണ്, അവന്റെ രക്തം കൊണ്ടാണ്. അപ്പൊ നമ്മൾ സഭയെ സ്നേഹിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ അവന്റെ സഭയെ സ്നേഹിക്കും. ഈ സഭയ്ക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെയുണ്ട്. എനിക്ക് അവരെ ഓർക്കുമ്പോൾ വളരെ സങ്കടവും വേദനയും തോന്നാറുണ്ട്. സഭകളെ വിമർശിക്കുന്ന ആളുകൾ സഭകൾക്കകത്ത് തന്നെയാണ്. സഭകൾക്കകത്ത് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ കാണുമല്ലോ. ഇവിടെ ദോഷമില്ലാത്തത്? ഒരു കുടുംബത്തിലാണെങ്കിൽ ദോഷമില്ലേ, പ്രയാസങ്ങളില്ലേ? അപ്പൊ ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു പ്രയാസ പ്രതിസന്ധി ഉണ്ടായാൽ അയൽവക്കത്തെ വീടുകളിൽ ചെന്ന ഒരാൾ പറയുകയാണെന്ന് വെച്ചോ, ആളിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ഒരു ഭാര്യയുടെ കുറ്റമോ ഭർത്താവിന്റെ കുറ്റമോ മറ്റുള്ള ആളുകളുടെ അടുക്കൽ പറഞ്ഞാൽ നമ്മൾ അവരെ കുറിച്ച് എന്ത് പറയും? അവരെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം വാക്കേതാ? അധമൻ. ശരിയാണോ? എന്തൊരു മനുഷ്യനെ, എന്തൊരു സ്ത്രീയായത്! കുടുംബത്തിലെ കാര്യങ്ങളും രഹസ്യങ്ങളും എല്ലാം വെളി പറയുക. ആ കുടുംബത്തെ സ്നേഹിക്കാത്ത ഒരാളാ. അങ്ങനെയാണെങ്കിൽ സഭ കർത്താവിൻ്റെതാണ്. ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സ്ഥലം സഭയാണെങ്കിൽ അത് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്.
എന്നാൽ അവിടുത്തെ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ച് പോകുന്നതിന് പകരം സഭകളെ കുറിച്ചുള്ള ദോഷവശങ്ങൾ മറ്റുള്ളവരുടെ അടുക്കൽ അറിയിച്ച് അത് ഈ പുതിയ മാധ്യമങ്ങളിലൂടെയൊക്കെ ലോകത്തേക്ക് അറിയിക്കുന്ന ആളുകൾ സഭാസ്നേഹികളല്ല, സഭയുടെ ശത്രുക്കളാണ്. സഭയുടെ ശത്രുക്കളാണ്, പിശാചിന്റെ ഏജന്റുമാരാണ്. അവര് സഭയെ സ്നേഹിക്കുന്നവരല്ല. കാരണം സഭയ്ക്കൊരു പോറൽ പോലും വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ തേജസ്സോടുകൂടെ പിതാവിന്റെ അടുക്കൽ നിർത്താൻ വേണ്ടി കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കറയും ചുളുക്കും പോരായ്മകളും വന്നാൽ അത് അവിടെ തന്നെ പരിഹരിക്കുന്നതിന് പകരം അത് ഊതി വീർപ്പിച്ച് വലിയ സംഭവങ്ങളാക്കി മാറ്റുന്നത് സഭയോടുള്ള സ്നേഹവും കൊണ്ടല്ല, ആദരവ് കൊണ്ടല്ല, പിശാചിന്റെ പണിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. സഭയുടെ നാരായ പേര് അറുത്ത് കളയുകയാണ്. ഇതുണ്ടാകാൻ പാടില്ല. ഈ സഭയ്ക്ക് വേണ്ടി കർത്താവ് എന്താ ചെയ്തത്? ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. ഏതാ പാറ? ഏതാ പാറ? അത് അപ്പസ്വരന്മാരൊന്നും അല്ല, നമുക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ പാറയെന്ന് കർത്താവ് പറയുമ്പോൾ അവനിലേക്ക് തന്നെ നോക്കുകയാണ്. ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് കർത്താവ് ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ പറയുന്നത് ഏലിയാവെന്ന് പറയുന്നു, ചില എലീശ എന്ന് പറയുന്നു, യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു. അല്ല, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അപ്പൊ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആവുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, ബറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. ബറിയോനാ ശിമോനെ എന്നാ വിളിച്ചേ. ബറിയോനാ ശിമോൻ എന്ന് പറയുന്ന അർത്ഥം എന്താ? ബർ എന്ന് പറഞ്ഞാൽ മകൻ എന്ന എബ്രായ ഭാഷയിൽ. ബർ ആരുടെ മകനായ? പത്രോസ്, യോനായുടെ പുത്രൻ. പത്രോസിന്റെ അപ്പന്റെ പേരെന്താ? പത്രോസിന്റെ അപ്പന്റെ പേര് പത്രോസിന്റെ അപ്പന്റെ പേര് യോഹന്നാൻ എന്നല്ല, യോഹന്നാൻ എന്നാ. യോഹന്നാനും യോഹന്നാൻ രണ്ടാളാണ്. പിന്നെന്തുകൊണ്ട് ഈ ബർ യോഹന്നാൻ എന്ന് വിളിക്കാൻ കാര്യം? യോനായുടെ സ്വഭാവമുള്ളവനെന്ന് അർത്ഥം. ഈ യോഹന്നാന്റെ മകനായ നീ, യോഹന്നാൻ എന്ന് പറഞ്ഞ കൃപ, ദാനമെന്നാ. പക്ഷെ നിന്റെ പെരുമാറ്റത്തിന്റെ സ്വഭാവം എനിക്കറിയാം. നീ ആ യോഹന്നാൻ ഉണ്ടല്ലോ, നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർശീസിലേക്ക് പോയവൻ, അനുസരണക്കേടുകാരൻ, ഒരു പക്വത ഇല്ലാത്തവൻ. നീ ആ യോഹന്നായുടെ സ്വഭാവക്കാരനാണ്. നിന്റെ മേലെങ്ങാനും ഞാൻ എൻ്റെ സഭയെ പണിയാണെങ്കിൽ, പത്രോസിന്റെ മേൽ സഭ പണിതിരുന്നെങ്കിൽ ഇത് സംഭവിച്ചേനെ. അത് തുടങ്ങുന്നതും ഒടുങ്ങുന്നതുമെല്ലാം ഒരുപോലെ ആയേനെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, പത്രോസ് നിന്റെ മേലല്ല കേട്ടോ, പക്ഷെ നീ പറഞ്ഞ പ്രസ്താവന ഉണ്ടല്ലോ, ഒരു വിളംബരം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ വിളംബരമുണ്ടല്ലോ, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞത്, ഈ എൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാനാണ് പാറ. ഇത് പത്രോസ് ആർക്കും സംശയം ഉണ്ടാകാതിരിക്കാനായിട്ട് ലേഖനം എഴുതിയപ്പോൾ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളൊക്കെ പറഞ്ഞു, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പത്രോസ് പറയാ, ഇത് തെറ്റിദ്ധരിക്കരുത്, ഞാനല്ലേ പാറ, അവനാ കർത്താവാ, അവൻ പാറയാ. കർത്താവ് എങ്ങനെ പാറയായത്? നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവരെല്ലാവരും ഒരേ ആത്മിക ആഹാരം തിന്നു, ഒരേ ആത്മിക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ഏതാ പാറ? ക്രിസ്തു. ഈ പാറയ്ക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ ദൈവത്തെ, കർത്താവിനെ വിളിച്ചിരിക്കുന്നത് നല്ല പേരാ, പാറ. ഇസ്രായേലിന്റെ പാറ, യുഗങ്ങളുടെ പാറ. ഇസ്രായേലിന്റെ 40 വർഷത്തെ മരുഭൂമി യാത്ര ശ്രദ്ധിച്ചാൽ 2 പ്രാവശ്യം വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ ജനം പിറുപിറുക്കെ നിലവിളിക്കുകയും ചെയ്തു. 2 സ്ഥലങ്ങളിൽ. ഒന്ന്, അവർ യാത്ര പുറപ്പെടാതെ താമസിക്കുന്നതിന് മുമ്പേ രഫീദീമിൽ വെച്ച വെള്ളം കിട്ടാതെ വന്നു, നിലവിളിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, മോശെ, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് പാറ അടിക്കണം. മോശ പാറ അടിച്ചു, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, ജനം സമൃദ്ധിയായിട്ട് കുടിച്ചു. ഇത് കഴിഞ്ഞ് വർഷങ്ങൾ പലത് കഴിഞ്ഞു. അവര് കാദേശ് ബർന്നയിൽ ചെല്ലുകയാണ്, മെരീബയിൽ. കാദേശ് ബർന്നയിലെ ഒരു സ്ഥലമാണ് മെരീബ. അവിടെ ചെന്നപ്പോൾ വെള്ളം ഇല്ലാതായി. അപ്പൊ ദൈവം മോശയോട് എന്ത് പറഞ്ഞു? പാറ അടിക്കാൻ പറഞ്ഞു, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. മോശ എന്ത് ചെയ്തു? പാറ തെരുതിരെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു. കീച്ചി കൊടുത്തല്ലേ, കോട്ടയം ഭാഷയാ.
മോശയ്ക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നുള്ള അയോഗ്യതകളിൽ ഒന്ന് അതായി തീർന്നു. കലഹജലത്തിങ്കിൽ വെച്ച് നീ എന്നെ വിശുദ്ധീകരിച്ചില്ല, ദൈവത്തെ മാനിച്ചില്ല. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, മോശ ഈ കഴിഞ്ഞ ഈ 120 കൊല്ലവും ദൈവവേലയല്ലേ ചെയ്തത്? ഈ ജനത്തിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയല്ലായിരുന്നോ? ഒരനുസരണക്കേട് കാണിച്ചു, ഒരു നിവൃത്തിയില്ലാതെ വന്നു. ജനം മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചു. എപ്പോഴും അവനെ കൊല്ലാനൊക്കെ ഒരുങ്ങി. അവൻ മോശയ്ക്ക് അല്പം ദേഷ്യം വന്നു പോയി. മനുഷ്യനല്ലേ, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു, അടിച്ചു. ദൈവത്തിനങ്ങ് ക്ഷമിക്കാൻ പാടില്ലായിരുന്നു. രാവിലെ നമ്മൾ ഇന്നലെ ഓർത്തന്നെ അപ്പന് മക്കളോട്, അപ്പൊ ദൈവത്തിന് മോശയോട് കരുണ കാണിക്കാൻ മേലെ. മോശ പറയേണ്ട, ദൈവമേ, ഈ 120 കൊല്ലവും ഞാൻ എൻ്റെ വീട്ടുകാരെയും പോലും ജോലി നോക്കിയില്ല, ഭാര്യയും മക്കളെയും പോലും നോക്കിയില്ല. ഞാൻ ഈ ജനത്തിന് വേണ്ടി അവരെ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കായിരുന്നല്ലോ. എൻ്റെ ആഗ്രഹം എല്ലാ കനാൻ നാടൊന്ന് കാണണം, എന്നെ അങ്ങോട്ടൊന്ന് കയറാൻ അനുവദിക്കാവോ? മിണ്ടിപ്പോകരുതെന്നാണ് ദൈവം പറഞ്ഞത്. അത്ര വലിയ തെറ്റാണ് മോശ ചെയ്തത്, ആണോ? ഒരനുസരണക്കേട് കാണിച്ചു, അതിന് മാപ്പ് കൊടുക്കാൻ മേലായിരുന്നു. മാപ്പ് കൊടുക്കാൻ പാടില്ല. എന്താ കാരണം എന്നറിയാമോ? ഈ രഫീദീമിൽ വെച്ച് അടിക്കാൻ പറഞ്ഞ പാറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്കല്ല, മെരീബയിൽ വെച്ച് പാറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ഭാഷയിലെ വാക്ക്. 2 വാക്കുകളാണ്. ആദ്യം അടിക്കാൻ പറഞ്ഞത് ഒരു ചെറിയ പാറ, എ ലിറ്റിൽ റോക്ക്. എന്നാൽ മെരീബയിൽ വെച്ച് കൽപ്പിക്കാൻ പറഞ്ഞത് ഒരു ഉന്നതമായ പാറയാണ്. 2 പാറകളാണ്, ഒന്ന് ചെറുത്, ഒന്ന് വലുത്. 61-ാം സങ്കീർത്തനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ഒന്നാമത്തെ ചെറിയ പാറ, രണ്ടാമത് അത്യുന്നതമായ പാറ. ആദ്യത്തെ പാറ അടിക്കപ്പെടണം. ആ പാറ ഏതാണ്? പിളർന്നോരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശീകരണം ആണ് ഒന്നാമത്തെ പാറ കാണിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ പാറ കർത്താവിന്റെ തകർച്ചയല്ല കാണിക്കുന്നത്, അത്യുന്നതമായ പാറയാണ്. അവന്റെ ഉയർത്തെഴുന്നേൽപ്പും അവന്റെ സ്വർഗാരോഹണവും അവന്റെ മഹത്വീകരണവുമാണ്. അവനെ പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല. ചില സഭക്കാർക്ക് എല്ലാ ഞായറാഴ്ച അവനെ അടിക്കണമെന്ന് ആഗ്രഹം. എല്ലാ ഞായറാഴ്ചയും അപ്പം മീഞ്ഞും അങ്ങോട്ട് വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ അപ്പം ശരീരമായിട്ട് മാറും, വീഞ്ഞ് രക്തമായിട്ട് മാറും. പറയുന്ന പേരെന്താ? തിരുബലി. എപ്പോഴാണ് തിരുബലി ഉണ്ടാകുന്നത്? എല്ലാ ഞായറാഴ്ചയും കർത്താവ് അങ്ങനെ മരിക്കുക, തിരുബലിയായി തീരുക. എല്ലാ ഞായറാഴ്ച അടിക്കുക. ദൈവം പറഞ്ഞു, വേണ്ട, ഒരിക്കൽ അടിക്കപ്പെട്ടാൽ മതി, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക. ആ ഉയർത്തെഴുന്നേറ്റ പാറയെപ്പറ്റി അടിക്കാൻ പാടില്ല. ആ പാറയോട് പറഞ്ഞാൽ മതി, കർത്താവേ, വെള്ളമില്ല കേട്ടോ, ആവശ്യങ്ങളുണ്ട്, അറിയാമല്ലോ, അവനോട് ചോദിച്ചാൽ മതി, അവൻ കാര്യം സാധിപ്പിച്ചു തരും. അവൻ പാറയാണ്. മരണവും ഉയർപ്പ്. ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സുവിശേഷം. ആ പാറയാണ് നമ്മൾ ഓർക്കുന്നത്, ആ പാറയാണ് നമ്മൾ ആരാധിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാനാണ് പാറ, എൻ്റെ മരണം, എൻ്റെ പുനരുത്ഥാനം. കർത്താവിന്റെ മരണ പുനരുത്ഥാനങ്ങളാകുന്ന അടിസ്ഥാന കല്ലുകളിന്മേലാണ് ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത്. എൻ്റെ സഭയെ പണിയും ഈ പാറമേൽ. ഈ അടിസ്ഥാനം ഉണ്ടാകാൻ വേണ്ടി അവൻ കുരിശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഇത് എൻ്റെ സഭയെന്ന് കർത്താവ് അഭിമാനത്തോടെ പറയുമ്പോൾ അതിന് പിറകിലുള്ള അവൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെല്ലാം അവൻ മുന്നമേ കണ്ടിരുന്നു. അപ്പൊ 20-ാമത്തെ വാക്യത്തിൽ ഇത്രയും 3-4 കാര്യങ്ങൾ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പ്രാദേശിക സഭയുടെ അതേക്കുറിച്ചുള്ള ആദ്യത്തെ വെളിപ്പാട് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇനി അടുത്തത് സഭയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ പോവുക. പ്രാദേശിക സഭയുടെ സ്വഭാവം. അപ്പൊ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ കണ്ടു. സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അല്ലെങ്കിൽ ആചരണങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 2:37 മുതൽ 42 വരെ 7 കൂട്ടം കാര്യങ്ങൾ, നടപടിക്രമങ്ങളും കണ്ടു. ഇനി 3-ാമത്തേത് പ്രാദേശിക സഭയുടെ സ്വഭാവം, നേച്ചർ. ഒരു സഭ ദൈവവചനപ്രകാരമുള്ള സഭയാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള അടുത്ത ആസിഡ് ടെസ്റ്റ്
അടുത്ത പരിശോധന മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ 3 പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ പറയാൻ പോകുന്നുണ്ട്. ആ 3 വാക്കുകൾ ഓർത്തിരിക്കണം. ഒന്ന്, 3 ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞാൽ അങ്ങനെ എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം, കുറച്ച് എളുപ്പമായിരിക്കും. ഇൻഡിപെൻഡൻസി. 2, ഇന്റർഡിപെൻഡൻസി. 3, യൂണിവേഴ്സാലിറ്റി. 3 പ്രത്യേകമായ വാക്കുകളാണ്. മലയാളത്തിൽ പറയുമ്പോൾ സ്ഥാനീയ സ്വാതന്ത്ര്യം. 2, പ്രാദേശിക സഹകരണം. ഇന്റർഡിപെൻഡൻസി, പ്രാദേശിക സഹകരണം. 3, യൂണിവേഴ്സാലിറ്റി, സാർവലൗകിക ബന്ധം. ഇൻഡിപെൻഡൻസി, ഇന്റർഡിപെൻഡൻസി, യൂണിവേഴ്സാലിറ്റി. സ്ഥാനീയ സ്വാതന്ത്ര്യം, പ്രാദേശിക സഹകരണം, സാർവലൗകിക ബന്ധം അല്ലെങ്കിൽ സഹവർത്തിത്വം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. സാർവലൗകിക സഹവർത്തിത്വം, 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് പുതിയ നിയമം പഠിപ്പിക്കുന്ന പ്രാദേശിക സഭകളുടെ പ്രധാനമായ സ്വഭാവങ്ങൾ. ഞാനതിന് വിശദീകരണങ്ങൾ പറയാം. അപ്പോൾ ലോകത്തിൽ ധാരാളം സഭകളുണ്ട്. ഈ സഭകൾ കാണുമ്പോൾ ഇത് വചനപ്രകാരമുള്ളതാണോ അല്ലയോ എന്നറിയാനുള്ള പ്രധാനമായ ഒരു പരിശോധന മാർഗമാണിത്. ഒന്ന്, ഓരോ സഭയും അതിൽ തന്നെ സ്വതന്ത്രമാണോ? അങ്ങനെയാണെങ്കിൽ അതിന് വചനം നമുക്ക് തെളിവ് തരണം. മനസ്സിലായല്ലോ? സ്ഥാനീയ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു സഭയുടെ മേൽ വേറൊരു സഭയ്ക്കോ ഒരു വ്യക്തിക്കോ അധികാരമോ ഭരണമോ ഉണ്ടാകാൻ പാടില്ല. വാക്യങ്ങൾ ധാരാളമുണ്ട്. ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് ഗലാത്യ ലേഖനമാണ്. കാരണം പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ആദ്യം എഴുതിയ ഗലാത്യ ലേഖനമാണ്. ആദ്യം എഴുതിയ 2 ലേഖനങ്ങൾ ഗലാത്യ ലേഖനവും തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനവുമാണ്. അപ്പോൾ പൗലോസിന്റെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ സാഹിത്യ രചന ആരംഭിക്കുമ്പോൾ, ഗലാത്യ ലേഖനത്തോടുകൂടി ആരംഭിക്കുമ്പോൾ അതിൽ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഗലാത്യ എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു പ്രദേശമാണ്. എറണാകുളം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പ്രവിശ്യ, ഒരു പ്രോവിൻസാണ്. വിസ്തൃതമായ ഒരു ഏരിയയാണ്. അവിടെ പല സഭകൾ സ്ഥാപിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ വായിച്ചാൽ ലുസ്ത്ര, ദർബ, ഇക്കോന്യ, അന്ത്യോക്യ, ഈ 4 സഭകളാണ് പ്രധാനമായിട്ടും ഈ ഗലാത്യ പ്രദേശങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട സഭകൾ. ആ സഭകളെ കുറിച്ചെല്ലാം പറയുമ്പോൾ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് ഏകവചനമാണോ ബഹുവചനമാണോ? ഗലാത്യ സഭകൾ അല്ലേ. ഇനി അടുത്തത് 1-ന്റെ വാക്യം നോക്കിയാൽ 1-ന്റെ ഗലാത്യ ലേഖനം 1-ന്റെ 22. യഹൂദ്യയിലെ ക്രിസ്തു സഭകൾ. അപ്പോൾ യഹൂദ്യയിൽ കുറേയേറെ സഭകൾ ഈ നാളുകൊണ്ടുണ്ടായി. അവിടെയുള്ള സഭകളെല്ലാം കണ്ടിട്ട് യഹൂദ്യയിലെ ക്രിസ്തു സഭ എന്നല്ല പറയുന്നത്, യഹൂദ്യയിലെ ക്രിസ്തു സഭകൾ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുക. ഇനി 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാം വാക്യം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ. മക്കദോന്യയിൽ പ്രധാനമായിട്ട് 3 സഭകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഫിലിപ്പിയ സഭ, തെസ്സലോനിക്ക സഭ, ബെരോവയിലെ സഭ. ഈ 3 സഭകളാണ് ഈ മക്കദോന്യ പ്രദേശത്തുണ്ടായിരുന്ന അന്ന് പ്രധാനമായ സഭകൾ. മക്കദോന്യ സഭകൾ, ഫിലിപ്പിയ, തെസ്സലോനിക്ക, ബെരോവ, ഈ സഭകൾ. ഈ സഭകളെ കുറിച്ച് പറയുമ്പോൾ മക്കദോന്യ സഭ എന്നല്ല, സഭകൾ. ഇനി അടുത്തത് ഒന്നും കൂടെ വായിച്ചിട്ട് ഞാൻ വിശദീകരണം പറയാം.
വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. വെളിപ്പാട് 1:4 വാക്യം. വെളിപ്പാട് 1:4. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ആസ്യയിലെ 7 സഭയെന്നല്ല, 7 സഭകൾ. പിന്നെ 2-3 അധ്യായങ്ങളിൽ ആ സഭകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എഫെസോസിലെ സഭ, സ്മുർന്നയിലെ സഭ, പെർഗമോസിലെ സഭ, തുയഥേരയിലെ സഭ, സർദീസിലെ സഭ, ഫിലദൽഫിയയിലെ സഭ, ലബദോക്യ, 7 സഭകൾ. ഈ 7 സഭകളെ കുറിച്ച് തുർക്കി പ്രദേശത്തുള്ള സഭകളാണ്. ഈ സഭകളെ കുറിച്ച് പറയുമ്പോൾ ആസിയയിലെ സഭയെന്നല്ല, ആസിയയിലെ 7 സഭകൾ. അപ്പൊ ഗലാത്യ സഭകൾ, യഹൂദിയയിലെ സഭകൾ, മക്കദോന്യ സഭകൾ, ആസിയയിലെ സഭകൾ. ഇന്ന് ലോകത്തിൽ മഹാഭൂരിപക്ഷം സഭകളും അവരുടെ സഭകളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഏകവചനത്തിലാണ്, ബഹുവചനത്തിൽ പറയുകയില്ല. ചില ഉദാഹരണങ്ങൾ പറയാൻ കുഴപ്പമൊന്നുമില്ല. റോമൻ കത്തോലിക്ക സഭകളെന്ന് പറയുകയില്ല. പറയുമോ? റോമൻ കാത്തലിക് ചർച്ച് എന്നേ പറയുള്ളൂ. യാക്കോബായ സഭയെന്നേ പറയുള്ളൂ. ഓർത്തഡോക്സ് സഭ, CSIയുടെ ഫുള്ളും അങ്ങനെയാണ്. ചർച്ചസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നല്ല, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യയിലെ സഭകൾ. ഇനി പെന്തക്കോസ്തൽ സഭയെ കുറിച്ച് കുറച്ചുകൂടെ വചനത്തോട് അടുത്ത് വരുന്നവരാണല്ലോ, അവർ സഭകളെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച്, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൻ ചർച്ച് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അസംബ്ലീസ്, അസംബ്ലിക്കാർ മാത്രം വ്യത്യാസത്തിൽ പറയുന്നുണ്ട്, ബാക്കിയെല്ലാം ഏകവചനത്തിലാണ്. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്ക് ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു തലവന്റെ കീഴിലാണ്, ഒരു ഹെഡ് ഓഫീസിന്റെ കീഴിലാണ്, ഒരാളുടെ നിയന്ത്രണത്തിലാണ്. അതൊറ്റ സഭയാണ്. ഓരോ സഭയ്ക്കും ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല. മനസ്സിലായോ? ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ സഭയാണെങ്കിൽ കുമ്മനാട് തീരുമാനിക്കണം, ആ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിക്കോണം. അവർ പാസ്റ്റർമാരെ ട്രാൻസ്ഫർ ചെയ്യും, ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഓർത്തഡോക്സ് സഭയാണെങ്കിൽ ഒരു ദേവലോകമുണ്ട്, ദേവലോകത്താണ് തീരുമാനം എടുക്കുന്നത്. ബാക്കി എല്ലാ സഭകളും നോക്കിക്കോ, എല്ലാം ഏകവചനത്തിലാണ്. ഇതൊരു വചനവിരുദ്ധമായ കാര്യമാണ്. സഭയെക്കുറിച്ചുള്ള പഠിപ്പിക്കലിന് അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ കടയ്ക്കൽ കോടാലി വെക്കുന്ന പഠിപ്പിക്കലാണ്. ഗലാത്യ സഭകൾ, അവയെല്ലാം ഓരോ സഭയും അതിൽ തന്നെ സ്വതന്ത്രമാണ്. ഇക്കോന്യ സഭ, ലുസ്ത്രയിലെ സഭ, അന്ത്യോക്യയിലെ സഭ, ഇതെല്ലാം അതിൽ തന്നെ സ്വതന്ത്രമാണ്. അതിന് മുകളിൽ വേറൊരാളില്ല. ആ സഭയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേറെ ഒരു ഹെഡ് ഓഫീസും ഇല്ല. ഓരോ സഭയും അതിൽ തന്നെ സ്വതന്ത്രമാണ്, ഒരു മേലാളില്ല. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന എത്ര സഭകൾ ലോകത്തിലുണ്ട്? എത്ര കൂട്ടക്കാരുണ്ട്? പറഞ്ഞു. ചുരുക്കം എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ടെന്നല്ലേ അർത്ഥം? വേറെ ഇല്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു സഭയിൽ പോകേണ്ടൊക്കെ ആവശ്യം ഉണ്ടായാൽ നമ്മൾ എന്ത് അന്വേഷിക്കണം? ഇത് വചനപ്രകാരമുള്ള സഭയാണോ, വചന വിരുദ്ധമാണോ എന്ന്. ഇതിനൊക്കെ ന്യൂട്രൽ പോയിന്റ് ഇല്ല. ഒന്നിൽ ഈ ഭാഗത്താണ്, അല്ലെങ്കിൽ അങ്ങേ ഭാഗത്താണ്. ഒന്നിൽ ശരിയായ ഉപദേശമാണ്, അല്ലെങ്കിൽ തെറ്റായ ഉപദേശമാണ്. സഭയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഓരോ സഭയും അതിൽ തന്നെ സ്വതന്ത്രമാണ്, അതിന് മുകളിൽ ആളില്ല. ഇനി പിന്നെ നമ്മൾ 2 പ്രാവശ്യം വായിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായം 23-ാമത്തെ വാക്യം നോക്കിക്കേ. 14-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിച്ചു. അപ്പൊ സഭ തോറും എല്ലാ സഭകൾക്കും കൂടെ ഒരു നേതാവിനെ, ഒരു മൂപ്പനെ ആക്കുകയല്ല. ഓരോ സ്ഥലം സഭയ്ക്കും അതിന്റെ പരിപാലനത്തിനും അതിന്റെ ഭരണത്തിനും നടത്തിപ്പിനും വേണ്ടി ഒന്നിലധികം മൂപ്പന്മാരെ സഭ തോറും നിയമിച്ചു. ആ മൂപ്പന്മാരുടെ മുകളിൽ ഒരു ഹെഡ് മൂപ്പനൊന്നുമില്ല. ഓരോ സഭയ്ക്കും മൂപ്പന്മാർ, സ്ഥാനീയമായ സ്വാതന്ത്ര്യം. ഓരോ സഭയുടെയും ഭരണകാര്യങ്ങൾ അവിടെ തന്നെ.
ഓരോ സഭയുടെയും നിയന്ത്രണം അവിടെ തന്നെ. ഓരോ സഭയുടെയും സാമ്പത്തിക കാര്യങ്ങൾ അവിടെ തന്നെ. അതിന് ഇത്ര ശതമാനം അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയാൻ ആർക്കും അവകാശമില്ല വചനപ്രകാരം. അതിൽ തന്നെ പൂർണ്ണമായും സ്വാതന്ത്ര്യമുള്ളതാണ് സഭ. മനസ്സിലായല്ലോ? ഒരു പ്രത്യേക ഇടയ ലേഖനം എഴുതിയിട്ട് എല്ലാ സഭകളിലും വായിച്ച് ഈ ഇടയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സഭകൾ നടത്തിക്കോണമെന്ന് പറയാൻ വേദപുസ്തകം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, അധികാരപ്പെടുത്തിയിട്ടുമില്ല. ഓരോ സഭയും അതിൽ തന്നെ സ്വതന്ത്രമാണ്. ഇത് പറയുമ്പോൾ മറ്റു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഓരോ സഭയിലെയും വിശ്വാസികൾക്ക് എല്ലാ കൃപാവരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും കൃപാവരങ്ങൾ ആ സ്ഥലം സഭയുടെ അനുഗ്രഹത്തിനും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കുമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ മുമ്പ് പറഞ്ഞതായ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ കൃപാവരം എന്നവർ വിചാരിക്കുന്ന കാര്യങ്ങൾ, കഴിവുകൾ, നടത്തിപ്പ് ഇതാരുടെ കയ്യിലായിരിക്കുന്നത്? ചില ആളുകളുടെ കൈകളില്ല. മറ്റുള്ളവര് ഞായറാഴ്ച പോകുമ്പോൾ അവരെന്ത് പറയാനാ പോകുന്നത്? എളുപ്പമാ ചേട്ടാ, കുർബാന കാണാൻ പോവുക. ഇങ്ങനെ കാഴ്ചക്കാരായി കൈ പലർത്തി കിട്ടുന്നത് തിന്നും കുടിച്ചേച്ചും വല്ല ഇടാനുള്ള ഇട്ടേച്ചും വീട്ടിൽ പോരുക. ഒരു ഉത്തരവാദിത്വം അവർക്കില്ല. ശരിയാണോ? കമ്പനികൾ പോലെ, പ്രസ്ഥാനങ്ങൾ പോലെ ആരൊക്കെയോ നടത്തുന്നു, ബാക്കിയുള്ളവരെല്ലാം കാഴ്ചക്കാരാ. ദൈവത്തിന്റെ വചനം പറയുന്നത് രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികൾക്കും കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കൃപാവരങ്ങളെല്ലാം സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാ, പൊതുപ്രയോജനത്തിന് വേണ്ടിയാ. അത് ഉപയോഗിക്കപ്പെടണമെങ്കിൽ സഭ സ്വതന്ത്രമായിരിക്കണം, വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യം വേണം. ഈ ദൈവവചനം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. അപ്പോൾ സ്ഥാനീയ സ്വാതന്ത്ര്യം, മുളന്തുരുത്തിയിൽ ഒരു സഭയുണ്ടെങ്കിൽ ഈ സഭയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ബാഹ്യ ശക്തിക്കോ ഇതിന് വെളിയിൽ ഒരാളിനോ ദൈവവചനം അനുവാദം നൽകുന്നില്ല, നൽകിയിട്ടില്ല. വ്യക്തമാണോ? ഇത്തരം തെളിവുകളൊക്കെ പോരെ? സ്ഥാനീയ സ്വാതന്ത്ര്യം. ഇനി രണ്ടാമത്തേത്, സ്ഥാനീയ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ ഒരു പ്രാദേശിക സഹകരണം കൂടെ നമുക്ക് നടത്തേണ്ട ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ള, സമീപത്തുള്ളതായ സഭകൾ, ആ സഭകളുമായി ഒരു ആത്മീകമായ ബന്ധം, സംഘടനാപരമായ ബന്ധമല്ല കേട്ടോ, സംഘടനാപരമായ ബന്ധമല്ല. ഒന്നിച്ചുകൂടി ഒരു ഇലക്ഷൻ നടത്തുക, ഒന്നിച്ചുകൂടി പണം വീതിക്കുക, അങ്ങനെയുള്ളൊരു ബന്ധമല്ല. ഒരു ആത്മീകമായ ബന്ധം പ്രാദേശിക സഭകൾ തമ്മിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഗലാത്യ സഭകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള സഭകൾക്ക് ഒരുമിച്ച് കൂടാനും, ഒരുമിച്ച് പ്രാർത്ഥിക്കാനും, ഒരുമിച്ച് കർത്താവിന് വേല ചെയ്യാനും, അങ്ങനെ പല നിലകളിൽ ആത്മീകമായ കാര്യങ്ങളിൽ ഈ സഭകൾക്കെല്ലാം തമ്മിൽ സഹകരണം ഉണ്ടാകണം. ഒറ്റപ്പെട്ടു നിൽക്കാൻ പാടില്ല. നമ്മുടെ സഭകൾ ഈ സ്ഥാനീയ സ്വാതന്ത്ര്യം പോലെ തന്നെ ഈ പ്രാദേശിക സഹകരണം പാലിച്ചു വരുന്നുണ്ട്. ഇല്ലാത്ത ചില രാജ്യങ്ങളുണ്ട്, ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. സഭകൾക്ക് അവിടെ വളർച്ചയില്ല, ക്ഷീണിച്ചു പോയാ. സ്ഥാനീയ സ്വാതന്ത്ര്യം മാത്രം അവർ പഠിപ്പിക്കും, പ്രാദേശികമായ സഹകരണം ആ സഭകൾ തമ്മിലില്ല. ഇനി പ്രാദേശിക സഹകരണം വേണമെന്ന് ഞാൻ പറയുമ്പോൾ ഏതൊക്കെ സഭകൾ തമ്മിലാണ് വേണ്ടത്? ചില തെളിവുകൾ ഞാൻ പറയാം. ആദ്യമായിട്ട് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഏത് സഭകളുമായിട്ടാണ് നമുക്ക് സഹകരണം വേണ്ടത്? ഞാൻ എങ്ങും ഏത് സഭയിൽ ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ വഴികൾ. അപ്പൊ പ്രാദേശിക സഹകരണം എന്ന് പറയുമ്പോൾ എങ്ങും ഏത് സഭയിലും ഒരേ ഉപദേശമായിരിക്കണം. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇന്നുള്ള പോലെ കത്തോലിക്ക, ബ്രദർ, പെന്തിക്കോസ്, ബാപ്റ്റിസ്റ്റ്, മെത്തേഡിസ്റ്റ്, ഇതൊന്നുമില്ല. അതാത് സ്ഥലങ്ങളോട് പേരോട് ചേർത്ത് അറിയപ്പെടുക. എഫെസോസിലെ സഭ, കൊരിന്തിലെ സഭ, റോമയിലെ സഭ, എല്ലായിടത്തും ഒരേ ഉപദേശമാണ്, എല്ലായിടത്തും ഒരേ ആചരണമാണ്. കാരണം പഠിപ്പിക്കുന്ന ഒരേ ആളുകൾ തന്നെയാണ്, എല്ലായിടത്തും ഒരേ ഉപദേശം. അപ്പൊ പ്രാദേശിക സഹകരണം വേണമെന്ന് പറയുമ്പോൾ ഉപദേശപരമായി യോജിക്കാത്ത, പൊരുത്തമില്ലാത്ത സഭകളുമായുള്ള സഹകരണമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ മുളന്തുരുത്തി ഭാഗത്ത് പല സഭാവിഭാഗങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ നമുക്ക് എല്ലാവരെയും കൂടി സംഘടിപ്പിച്ചേക്കാം. അതല്ല, ഉപദേശപരമായും ആചരണപരമായും പൊരുത്തമുള്ള ഒരുപോലെയുള്ള സഭകൾ. ഇനി 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നോക്കിയേ. 7-ന്റെ 17 ഇവിടെ വിവാഹത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഓരോരുത്തരും കർത്താവ്
വിഭാഗിച്ചു കൊടുത്തപോലെയും ഓരോരുത്തരെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും. അപ്പൊ കല്യാണത്തിന്റെ കാര്യം പോലും എല്ലാ സഭകളിലും ഒരേ പഠിപ്പിക്കൽ. പൗലോസ് പറയുക ഈ 7-ാം അധ്യായം വരുമ്പോൾ കല്യാണം കഴിക്കാതെ ജീവിക്കരുത്, ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടാകട്ടെ. ഇതാ പഠിപ്പിക്കൽ. സഭയുടെ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി ഭാര്യ വേണ്ട, മക്കള് വേണ്ട, കുടുംബം വേണ്ട എന്ന് പറയാൻ പാടില്ല. ചില ആൾക്ക് കല്യാണം കഴിച്ചാൽ പിന്നെ സഭാശുശ്രൂഷ മേലെന്നാ പറയുന്നത്. കല്യാണം കഴിച്ചാൽ പിന്നെ സഭാശുശ്രൂഷ ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നിവാസങ്ങളെല്ലാം കാണിക്കുകയും ചെയ്യും. ചില കല്യാണം കഴിച്ചവരാണെങ്കിൽ സുവിശേഷ വേലയ്ക്കായിട്ട് വിളിക്കപ്പെട്ടാൽ ഭാര്യയെ ഒരിടത്തോട്ട് പറഞ്ഞു വിടും, മക്കളെ വേറൊരിടത്ത് പറഞ്ഞു വിടും, ഭർത്താവ് വേറൊരിടത്ത്. എന്തൊരു വചനവിരുദ്ധമാണ്. കുടുംബസ്ഥരായിരിക്കണം സഭാശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ. അങ്ങനെ കല്യാണം കഴിഞ്ഞ ആളുകൾ വിവാഹമോചനം ചെയ്യാൻ പാടില്ല. ഇതാ പൗലോസ് പഠിപ്പിച്ചിരിക്കുന്നത്. വിവാഹമോചനം പാടില്ലെങ്കിൽ പുനർവിവാഹവും പാടില്ല. എന്ത് തെളിവായിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എങ്ങും ഏത് സഭയിലും ഉപദേശിച്ചിരിക്കുന്ന ഒരേ കാര്യമാണ്. ആ പ്രമാണങ്ങൾ അനുസരിച്ച് സഭകളുടെ കാര്യങ്ങൾ നടപ്പിലാക്കണം. ഇനി 11-ാം അധ്യായം നോക്കിക്കേ. 11-16 വാക്യം. 11-16. അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല. അതിന് തർക്കിക്കാൻ പോയാലേ വലിയ തർക്കത്തിനൊന്നും പോകണ്ട. സഭാ നടപടികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആരെങ്കിലും സംശയം ചോദിച്ചാൽ സ്നേഹത്തിന്റെ ആത്മാവിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. തർക്കിക്കാൻ വന്നാൽ പിന്നെ ചേട്ടാ വിട്ടേരെ, അതിനുള്ള മര്യാദ ഞങ്ങൾക്കില്ല. ദൈവസഭകൾ തർക്കിച്ച് ആരെയും നേടാമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അതിന് ആവശ്യമില്ല. പറയാനുള്ള കാര്യങ്ങൾ നേരെ പറയുക, മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കുക. ദൈവസഭകൾക്ക് ഉള്ള പൊതുവെയുള്ള രീതി അതാണ്. ഇനി 14-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യങ്ങൾ പറഞ്ഞ് അവിടെയും അവസാനിപ്പിക്കാം. 14-34 ഏതൊക്കെ സഭകൾ തമ്മിലാണ് പ്രാദേശിക സഹകരണം വേണ്ടത്? വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ. അപ്പൊ മിണ്ടുന്നിടത്താണെങ്കിലോ സ്ത്രീകൾ മിണ്ടുന്ന സഭകൾ. മിണ്ടലെന്ന് പറയുമ്പോൾ പാട്ട് പാടുന്നൊന്നും അല്ല, ലീഡ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ്. വചനം അറിയിക്കുക. അപ്പൊ പൗലോസ് പഠിപ്പിച്ച അല്ലെങ്കിൽ ദൈവാത്മാവ് പഠിപ്പിച്ചത് സർവ്വസഭകളിലും സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാൻ പാടില്ല. കൊരിന്ത സഭയിൽ കുറെ പ്രശ്നങ്ങളുണ്ടായി. അന്യഭാഷയാണെന്ന് പറഞ്ഞ് തെറ്റായ കുറെ അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ഇന്ന് കേൾക്കുന്ന പോലെ അന്യഭാഷകൾ ചില ജൽപ്പനകൾ നടത്തിയപ്പോൾ അവർ ജാതികളായിരുന്നപ്പോൾ അങ്ങനെ ജൽപ്പനകൾ നടത്തും. പാടില്ല. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും സ്ത്രീകൾ മിണ്ടാൻ പാടില്ല, ദൈവവചനം അറിയിക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ സ്ത്രീകൾ ദൈവവചനം അറിയിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതായ സഭകളൊക്കെ കാണുമ്പോൾ ഇത് സഭ, അത് സഭ, അവിടെ രക്ഷിക്കപ്പെട്ടവർ, ഇവിടെ രക്ഷിക്കപ്പെട്ടവർ, ഇവിടെ സ്നാനപ്പെട്ടവർ, അവിടെ സ്നാനപ്പെട്ടവർ, അതും ഇതും ഒന്ന് ആണോ? അല്ലയോ? ഏതാണ്ട് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. പലയിടത്തും സ്ത്രീകൾ സംസാരിക്കുക, അത് വചനവിരുദ്ധമല്ലേ? അല്ല, പുരുഷന്മാരെ ഉപദേശിക്കണം. സഭ കൂടുന്ന കാര്യമാണ് പറഞ്ഞത്. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും സ്ത്രീകളുടെ യോഗത്തിൽ സ്ത്രീകൾ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീത്തോസ് ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, വൃദ്ധമാരും ഇളയ സഹോദരിമാരെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? ഭർത്തൃപ്രിയമാര്, പുത്രപ്രിയമാര്, വീട്ടുകാരെ നോക്കുന്നവര്, പാതിവൃത്യമുള്ളവര്, പിന്നെ ഏഷണി നടത്താത്തവര്, ഇങ്ങനെ നന്മ ഉപദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നന്മ ഉപദേശിക്കാൻ. അപ്പൊ സഹോദരിമാരുടെ ഇടയ്ക്ക് പുരുഷന്മാർ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനം സഹോദരിമാർ പഠിപ്പിക്കുന്നത്. ആര് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? വൃദ്ധമാര്. എന്നാ പ്രായം വേണം? ഏതാ? ഇവിടെ വൃദ്ധമാരെന്ന് പറയുമ്പോൾ 80 കഴിഞ്ഞവരെന്ന് അർത്ഥമില്ല, 60 കഴിഞ്ഞവരെന്ന് അർത്ഥമില്ല. ആത്മീക പക്വതയാണ്. വിവാഹം കഴിഞ്ഞ് മക്കളെയൊക്കെ പരിശീലിപ്പിച്ച് വളർത്തി ഏതാണ്ട് ഒരു തഴക്കവും പഴക്കവും ഒക്കെ വന്ന സഹോദരിമാര് പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ വചനപരിജ്ഞാനം കൃപയും വേണം. വചനം അറിയാൻ ഒത്തിരി പേരുണ്ട്. അവർക്ക് കരിക്കുലം കൊടുത്തിട്ടുണ്ട്. കരിക്കുലം, പാഠ്യപദ്ധതി. ഏതാ? ഭർത്താക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണം, മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ ദയുള്ളവരായിരിക്കണം, എങ്ങനെ വീട്ടുകാരെ നോക്കണം. ഇതൊക്കെ സ്വന്തം ജീവിത അനുഭവങ്ങളിലൂടെ നേടിയെടുത്ത അനുഭവങ്ങൾ മറ്റു സഹോദരിമാരെ, ഇളയ സഹോദരിമാരെ പഠിപ്പിക്കണം.
അനുഭവത്തിനെ വിളിച്ച് പഠിപ്പിക്കണം. അവർ തിയോളജി പഠിപ്പിക്കാൻ, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അനുഭവ സമ്പത്തുള്ള സഹോദരിമാർ ഇത് ചെയ്യണം. പക്ഷേ പുരുഷന്മാരിരിക്കുന്ന സ്ഥലത്ത് ഉപദേശിക്കാൻ സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നില്ല. സ്ത്രീകളെ പ്രസംഗിക്കാൻ അനുവദിക്കുന്ന പ്രസ്ഥാനങ്ങൾ വചനവിരുദ്ധമാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇത് പ്രാദേശിക സഹകരണം, ഒരേ ഉപദേശം, ഒരേ ആചരണമുള്ള സഭകൾ ഒരു പ്രദേശത്തുണ്ടപ്പോൾ അവരുമായി ചേർന്ന് സഹകരിക്കാം. ഏതൊക്കെ മേഖലകളിലാണെന്ന് പറഞ്ഞാൽ പല മേഖലകളിൽ സഹകരിക്കാം. നമുക്ക് ചില തെളിവുകളൊക്കെ ഉണ്ട്. ഒന്ന്, അപ്പോസ്തലപ്രവൃത്തികൾ 11-ാം അധ്യായത്തിന്റെ അവസാനത്തെങ്കിൽ അന്ത്യോക്യയിലെ സഭയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ യഹൂദ്യയിലെ സഭകൾക്ക് യഹൂദ്യയിൽ വലിയ ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു വെളിപ്പാടുണ്ടായി. യഹൂദ്യ പ്രദേശത്ത് വലിയ ക്ഷാമം. അപ്പോൾ അവിടെയുള്ള വിശ്വാസികൾക്ക് ക്ഷാമം ഉണ്ടാകുമല്ലോ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തീത്തോസിന്റെ ഹൃദയത്തിൽ ദൈവം ഒരു പ്രേരണ നൽകി, നമുക്ക് ഒരു ഫണ്ട് ഉണ്ടാക്കാം, ഒരു സാമ്പത്തിക ശേഖരം ഉണ്ടാക്കാം. തീത്തോസിന്റെ ഹൃദയത്തിൽ ദൈവം ആഗ്രഹം നൽകി, പൗലോസ് അതിന് അംഗീകാരം നൽകി. അങ്ങനെ അവര് പല സ്ഥലങ്ങളിൽ ചെന്ന് അവരോടെല്ലാം നേരത്തെ അറിയിച്ചു, നിങ്ങളെ അവരെ സഹായിക്കണം കേട്ടോ, കാരണം നമ്മുടെ സഭകളാണല്ലോ, പ്രാദേശിക സഹകരണമൊക്കെ വേണമല്ലോ, അവരെ സഹായിക്കണം. അങ്ങനെ ശേഖരിച്ചതായ ശേഖരവുമായിട്ട് അവർ യഹൂദിയിലേക്ക് പോകുന്നുണ്ട്. ആ വഴി അന്ത്യോക്യ സഭയിലെ കാര്യം പറയുമ്പോൾ അന്ത്യോക്യ സഭയും അങ്ങനെ ഒരു ശേഖരം ഉണ്ടാക്കി യഹൂദിയയിൽ പാർക്കുന്ന വിശ്വാസികൾക്ക് എത്തിക്കേണ്ടതിന് വേണ്ടി ഉദവിക്കായി. എന്നിട്ട് ആരുടെയിൽ എത്തിച്ചു? മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. മൂപ്പന്മാരുടെ കാര്യം വരുമ്പോൾ പറയേണ്ട കാര്യമാണ്. സാമ്പത്തിക കാര്യങ്ങളുടെ മേൽനോട്ടം പോലും ആര് നടത്തണം? മൂപ്പന്മാർ. ഇളയ വിശ്വാസികളെ ചുമതല ഏൽപ്പിക്കാം, പക്ഷേ അതിൻ്റെ ഒരു മേൽനോട്ടം മൂപ്പന്മാർക്ക് വേണം. മറ്റു സഭകളിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ, അവരുടെ ഉദവിക്കായി ചെയ്യാൻ പറ്റുന്ന സഹകരണം ചെയ്യണം. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ ഉപദേശപരമായ തർക്കമുണ്ടായി. വിശ്വാസികളെ പരിച്ഛേദന ഏൽപ്പിക്കണമെന്ന് ഒരു കൂട്ടം ആളുകൾ, പൗലോസും ശീലാസും അപ്പോസ്തലന്മാരും തിമോഥെയോസും ഒക്കെ, അവർ ഈ വിഷയം യെരുശലേമിലെ മൂപ്പന്മാരുടെ അടുക്കൽ എത്തിച്ചു. പ്രാദേശിക സഹകരണത്തെ കാണിക്കുന്നതാണ്. അപ്പൊ സാധ്യമായ നിലകളിലുള്ള സഹകരണം ശുശ്രൂഷ കാര്യങ്ങളിലൊക്കെ സമീപത്തുള്ള സഭകളുമായി ചേർന്ന് ഉണ്ടാകണം. ഇവിടെ മീറ്റിംഗ് നടത്തി, അയൽ സഭകളെ അറിയിച്ചു, സഹോദരന്മാരോട് വന്നു. എന്തുകൊണ്ടാണ്? ഇന്റർഡിപ്പെൻഡൻസി, പ്രാദേശികമായ സഹകരണം, അത് ഉണ്ടായേ മതിയാകുകയുള്ളൂ. മൂന്നാമത്തേത് യൂണിവേഴ്സാലിറ്റി, സാർവത്രിക അല്ലെങ്കിൽ സാർവലൗകിക സഹവർത്തിത്വം, യൂണിവേഴ്സാലിറ്റി. ഇന്നലെ ഞാൻ ആ കാര്യത്തിന്റെ വിശദീകരണം പറഞ്ഞതാണ്. മത്തായി 18-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ അതിന് പരിഹരിക്കാൻ ഒരാൾ തയ്യാറാകാതെ വരുമ്പോൾ അവനെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുക. നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സഭയിൽ കിട്ടുന്നതല്ല പറഞ്ഞ്. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കേ, മത്തായി 18-ാം അധ്യായം, നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം, 18-ാമത്തെ വാക്യാണ്. 18 വായിച്ചേ. നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന്. നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സഭയിൽ കിട്ടുന്നതല്ല. ഇതിനു മുമ്പ് സഭയിൽ കാര്യം തീർക്കാൻ പറയുന്നു. സഭയോട് പറ, സഭ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവനെ സഭയിൽ നിന്ന് പുറത്താക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം ഇല്ലാതെ അവനെ കെട്ടുന്നത് എവിടെയാ? സഭയിലാ. അങ്ങനെ ഒരു സഭ ഒരാളെ കെട്ടിയാൽ, ഒരു സഭ ഒരാളെ കൂട്ടായ്മയിൽ മാറ്റിയാൽ ആൾ എവിടെയെല്ലാം മുടക്കപ്പെട്ട ആളായിരിക്കും. ലോകത്തുള്ള മുഴുവൻ സഭകളിലും ആള് മുടക്കപ്പെട്ടവനാകും. മലയാളത്തിൽ ഒരു പറച്ചിലുണ്ട്, തെങ്ങേന്ന് വീണാൽ കവുങ്ങിന്റെ ചുട്ടി പൊങ്ങരുത്. കേട്ടിട്ടുണ്ടോ? എന്ന് പറയാം, ഒരുത്തൻ രാത്രിയിൽ തേങ്ങ കയറി മോഷ്ടിക്കാൻ കയറി തേങ്ങ ഇട്ടു. തേങ്ങ ഇടുന്ന വഴിക്ക് അവനും താഴെ പോയി. തേങ്ങ അപ്പുറത്ത് കിടക്കുക. അപ്പോൾ ഇവന്റെ നിലവിളി കേട്ട ആളുകൾ വന്നപ്പോഴേക്കും ഇവൻ ഇങ്ങനെ നടക്കാൻ വരാത്തവനിങ്ങനെ വലിഞ്ഞ് അടുത്തുള്ള കവുങ്ങിന്റെ ചൂട്ടി ചെന്നു. എന്നിട്ട് കവുങ്ങിനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ ആള് വന്ന് ചോദിച്ചു, ഇതെന്താടാ ഇവിടെ? അടയ്ക്കാ പറിക്കാൻ കയറിയത്. അടയ്ക്കാ പറിക്കാൻ. തേങ്ങയ്ക്ക് എന്നാ വിലയാ? അടയ്ക്കാക്കൊന്നുമില്ല. അടയ്ക്കാക്ക് വലിയ വിലയൊന്നുമില്ല. എന്നിട്ട് തെങ്ങേന്ന് വീണാൽ നീ തെങ്ങിന് ചൂട്ടി കിടന്ന് നില വിളിക്കണം, എൻ്റെ ചേട്ടന്മാരെ ഞാൻ തേങ്ങ ഇടാൻ പോയതാ കേട്ടോ, ഞാനും കയറിയ വഴിക്ക് വീണ് പോയതാ. തെങ്ങേന്ന് വീണാൽ കവുങ്ങിന് ചൂട്ടി പൊങ്ങിയേച്ച് ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പേ എന്നെ സഭയിലായിരുന്നു, ഇനി മുതൽ ഇവിടെ കർത്തൃമേശയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ തെങ്ങേന്ന് വീണവൻ ആ തെങ്ങിന് ചൂട്ടി പോയിച്ചത് പരിഹാരം ഉണ്ടാക്കണം. കവുങ്ങിന് ചൂട്ടി പോയി
പൊങ്ങരുത്. മനസ്സിലായോ? ഒരാളെ ഒരു സഭ നിവൃത്തികേടുകൊണ്ട് മുടക്കേണ്ടതായിട്ട് വന്നാൽ ആളെ തിരിച്ചെടുക്കേണ്ടതും ആ സഭ തന്നെയാണ്. വേറെ സഭയിൽ പോയി കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പാടില്ല. യൂണിവേഴ്സൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ സഭയുടെ 3 വിധമായ സ്വഭാവങ്ങൾ: ഇൻഡിപെൻഡൻസി, ഇന്റർഡിപെൻഡൻസി, യൂണിവേഴ്സാലിറ്റി. സ്ഥാനീയ സ്വാതന്ത്ര്യം, പ്രാദേശിക സഹകരണം, സാർവലൗകിക സഹവർത്തിത്വം. ഈ 3 കാര്യങ്ങൾ സഭ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുമ്പോൾ വചനപ്രകാരമുള്ള സഭയാണോ അല്ലയോ എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത്ര വ്യക്തമാണോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഉണ്ടോ? നമുക്കിപ്പം നിർത്താം, ആരും മിണ്ടാത്തത് കൊണ്ട്.